റോയൽ ലുക്ക്. ആ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു ലൈറ്റായിട്ട് വന്നേക്കുന്ന ഒരു ക്രീം ഷെയ്ഡിൻ്റെ കൂടെ മോവിൻ്റെ ഒരു ഡാർക്ക് പാലറ്റിൽ വന്നേക്കുന്ന കളക്ഷൻ. ഫുള്ളായിട്ട് ഹാൻഡ് വർക്കിൽ ഫിനിഷ് ചെയ്തേക്കുന്ന ഒരു കാന്തയുടെ വർക്ക് ഡീറ്റെയിലിംഗ് ആണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റിംഗ് എന്ന് പറയുന്നത്. ടോപ്പിൽ ഫുള്ളായിട്ടൊരു ഫ്ലോറൽ ലുക്കാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിനകത്ത് സീക്വൻസിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞായിട്ട് ആ ഒരു ഭയങ്കര രസമായിട്ടുള്ള ആ ഒരു കാന്തയുടെ വീവിങ് സ്റ്റൈൽ കൊണ്ടുവന്നേക്കുന്നത്. സ്ലീവിലാണെങ്കിലും സെയിം ആ ഒരു ഫ്ലവറിൻ്റെ പ്ലേസ്മെൻറ്റ് ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവിൻ്റെ പോർഷനിൽ ലൈനിങ് വരുന്നില്ല. ആൻഡ് ബോഡിയുടെ പോർഷനിൽ കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ആ ഒരു സിൽക്ക് ചന്തേരിയില്ല കേട്ടോ മെറ്റീരിയൽ വന്നേക്കുന്ന ടോപ്പിൻ്റെ. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് ഹെവി ആയിട്ട് വന്നേക്കുന്ന ഒരു കാന്തയുടെ ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആഞ്ചൽ പോർഷനിൽ ഫുള്ളായിട്ടൊരു വർക്ക് ഡീറ്റെയിലിംഗ് ഡിഫറെൻ്റ് ആയിട്ടൊരു ഫ്ലോറൽ ലുക്കൊക്കെയാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അതിന് എൻഡിലായിട്ട് സെറീൻ്റെ തന്നെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ടുണ്ട് ആഞ്ചൽ പോർഷനിൽ. ആൻഡ് സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു മോട്ടീഫാണ് ബോഡിയുടെ പോർഷനിൽ വരുന്നത്. അതിന് സെയിം ചന്തേരി ഫിനിഷിൽ വന്നേക്കുന്ന സിൽക്ക് ചന്തേരിയിൽ വന്നേക്കുന്ന ബോട്ടമാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. സ്ട്രൈറ്റ് ഫിറ്റിൽ വന്നേക്കുന്ന ബോട്ടം. കോഡ് വരുന്ന ADS 105 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 5699. ഇനി നമുക്കൊന്ന് ഒരു ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ഒരു ടോപ്പ് ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നേക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്കിൽ. ആൻഡ് ഇത് ഒരു മെറൂൺ ഷെയ്ഡാട്ടോ വന്നേക്കുന്നത്. മെറൂൺ ഷെയ്ഡിനകത്ത് ഗോൾഡിൻ്റെ ഒരു വർക്ക് ഡീറ്റെയിലിംഗ് ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ഇത് മിഷൻ എംബ്രോയ്ഡറിയിൽ വന്നേക്കുന്ന നെക്ക് പോർഷൻ ആൻഡ് സ്കാറ്ററായിട്ട് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു ജോമെട്രിക് മോട്ടീഫാട്ടോ. അതിന് ഇതിനോട് പെയർ ചെയ്തേക്കുന്നത് ഇത് സ്ലബ് സിൽക്ക് ചന്തേരിയിലാണ് ഈ ഒരു ടോപ്പും ബോട്ടും വന്നേക്കുന്നത്. അതിന് ഇതും സ്ട്രൈറ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അതിന് എൻഡിലായിട്ട് സെയിം ഒരു വർക്ക് ഡീറ്റെയിലും പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതുമായി രസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് കേട്ടോ. മെറൂണിൻ്റെ കൂടെ ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡ്, അതിൻ്റെ കൂടെ ബനാറസിയുടെ ഒരു വീവിങ് സ്റ്റൈലാണ് നമ്മുടെ ദുപ്പട്ടയിൽ കൊണ്ടുവന്നേക്കുന്നത്. ഫുള്ളായിട്ട് സ്ട്രൈപ്സ് ഡീറ്റെയിലിംഗ് ആൻഡ് ഒരു പൈപ്പിംഗ് പോലെ ഫ്ലാറ്റ് പൈപ്പിംഗ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ലുക്ക് ഇതൊരു വെഡ്ഡിങ് നമുക്കൊരു ഫംഗ്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കളക്ഷൻ ആട്ടോ. ഇതിൻ്റെ കോഡ് വരുന്ന DS 122 പ്രൈസ് റേഞ്ച് വന്നേക്കുന്നത് 2499. ഇതിൻ്റെ ഫോട്ടോസ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഈ ഒരു വീഡിയോൻ്റെ താഴെ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ലിങ്കും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ക്ലാസി വൈറ്റ് ലവേഴ്സ്, ആർ യു ലുക്കിംഗ് ഫോർ എ ഡിഫറൻസ് യുണീക്ക് ഇൻ പാറ്റേൺ ആയിട്ടൊക്കെ വന്നിരിക്കുന്നതും ആൻഡ് ക്ലാസി ലുക്ക് അറ്റ് ദ സെയിം ടൈമിൽ വരുന്ന നല്ല ഭംഗിയുള്ള കുറച്ച് ഓഫ് വൈറ്റ് മൽ കോട്ടൺ കളക്ഷൻസ്, കൊറ കോട്ടണും ഉണ്ട് അതിൻ്റെ അകത്ത്. ആൻഡ് ഇതിനകത്തൊക്കെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇപ്പം 3 ഇതിനകത്ത് ബ്ലാക്ക് ആ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്, ഒന്ന് ഗ്രേ ആൻഡ് ഒന്ന് പീച്ച്. അപ്പോൾ ഇതെല്ലാം ക്ലാസി ലുക്സ് ആണ്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടാലോ. എല്ലാം വെയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇതെല്ലാം കംഫർട്ടബിൾ കളക്ഷനുമാണ് കേട്ടോ. ഓരോന്നിൻ്റെ അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ അകത്ത് നമുക്കൊരു സിൽവർ ഡീറ്റെയിലിംഗ് ആണ് അതിൻ്റെ അകത്ത്. ഒരു സിൽവർ മെറ്റാലിക് ബട്ടൺ ടാസൽ പോലത്തെ ഉള്ള ഒരു ലുക്ക് വരുന്നുണ്ട്. അതിനകത്ത് നെക്സ്റ്റ് വൺ ലുക്കിൻ്റെ അകത്ത് നമുക്കൊരു ഗോൾഡ് ടിൻ്റ് വരുന്നത്. അപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞില്ലല്ലോ. ഇപ്പോൾ കോട്ടൺ ആണ് പറഞ്ഞല്ലോ, കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സൈഡ് സ്ലിറ്റഡ് പാറ്റേൺ ആൻഡ് ഇതിൻ്റെ ബോട്ടം വന്നിട്ട് നമുക്ക് ഓപ്പണിങ് വരുന്നുണ്ട് കേട്ടോ. വേസ്റ്റ് ബാൻഡ് ഫിനിഷിങ്ങിൻ്റെ അകത്ത് ഫ്ലാറ്റ് ഫ്രണ്ട്, ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ്. കോട്ടൺ തന്നെയാണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ് ദുപ്പട്ടയായിട്ട് വന്നിരിക്കുന്നത്. ആൻഡ് വി ഹാവ് ദിസ് സെപ്ലീക്ക് ലൈക്ക് ഒരു ഫീൽ കൊടുത്തിട്ട് ഫ്ലോറൽ ഡീറ്റെയിൽ സ്ലീവ്സിൻ്റെ എൻഡിലും ദുപ്പട്ടയിലും. ടോപ്പിൻ്റെ മെറ്റീരിയൽ ആക്ച്വലി യു ഹാവ് എ സെൽഫ് വീവിങ് ജക്കോട്ട് പാറ്റേൺ, അതൊരു സ്ട്രൈപ്പ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട് കേട്ടോ. നെക്ക് ഹൈലൈറ്റഡ് ആണ്, ബ്രോഡ് ആയിട്ടുള്ള നല്ല ഓപ്പൺ ആയിട്ടുള്ള നെക്കാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം മോഡസ്റ്റ് ആണ്. കുഞ്ഞാലൊന്നും പ്രശ്നമൊന്നുമില്ല. ആൻഡ് ആ ഒരു 3 പാനൽ ലുക്ക് കൊടുത്തിട്ടാണ് അവിടെ ഫിനിഷിങ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇത് 3 പാനൽ അല്ല, നമുക്ക് അവിടെ ഒരു ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുക. ലേസ് അല്ലാതെ എംബ്രോയിഡറി ഡീറ്റെയിലിംഗ് കൊടുത്ത് ഫിനിഷ് ചെയ്തേക്കുക. ആൻഡ് ദെൻ വി ഹാവ് എൻ അപ്ലീക്ക് ഓവർ ഹിയർ. അതൊരു പ്ലേസ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലും ഈ ഒരു സൈഡിലായിട്ടോ കേട്ടോ പ്ലേസ്മെൻറ്റ് വന്നിരിക്കുന്നത്. ബോട്ടം നമുക്ക് ഈ ഒരു സെയിം ഡീറ്റെയിലിങ് ബോട്ടത്തിൻ്റെ ഹെം ലൈനിന് ഫിനിഷ് ചെയ്യുന്നത്. സ്ട്രൈറ്റ് ടേപ്പേർഡ് ഫിറ്റിംഗ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് ലുക്ക് വരിക ഇതാണ്. സൈഡ് സ്ലിറ്റ് തന്നെയാണ്, ഫുൾ സ്കാലപ്പ് ബോൾഡ് ഫ്ലോറൽ ലുക്ക്. ആൻഡ് അതിനകത്ത് നമുക്കൊരു ഓർഗൻഡി ഡീറ്റെയിലിംഗ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഫീലിനാണ്. ആൻഡ് സെൽഫ് വീവിങ് പാറ്റേൺ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്ട്രൈപ്പ് ലുക്ക്, കോട്ടൺ ലൈനിങ് ആൻഡ് ലേസ് എഡ്ജ് കൊടുത്തിട്ടുള്ള ഫിനിഷിംഗ് ആണ് അതിനകത്ത്. അതിൻ്റെ സൈഡ് സ്ലിറ്റിൻ്റെ എഡ്ജ് ഫിനിഷിങ്ങിന് വരുന്നത് കേട്ടോ. ദിസ് ഇസ് നൈസ്. ആൻഡ് ഇതിൻ്റെ ബോട്ടം
പിന്നെ ബോട്ടം നല്ല രസമുണ്ട് ആക്ച്വലി. ആ ഫ്രണ്ട് പാനലിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു ഹെമ്മിനകത്തും കുറച്ചൊരു വേരിയേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ. ഉണ്ടോ ആ ഒരു വി ഇൻവേർട്ടഡ് വി പാറ്റേൺ വരുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഗോൾഡൻ ടോണിലെ എംബ്രോയിഡറി ഡീറ്റെയിലിങ് അതിൻ്റെ അകത്ത് ഫുള്ള് കൊടുത്തേക്കുന്നത്. നല്ലൊരു സ്കാലപ്പ് എഡ്ജും നല്ല രസമുള്ള ഒരു ദുപ്പട്ട ലുക്കാണ്. അതെല്ലാം ഒക്കേഷണൽ വെയറിന് നല്ലതാണ് കേട്ടോ. ആൻഡ് ദെൻ വി ഹാവ് our next black and white look. The bottom full elasticated bottom. ഇത് കുറച്ച് ഫ്ലെയർഡ് ആയിട്ടുള്ള പാറ്റേണിലാണ് ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ ടോപ്പ് വരുന്നത് ഇതൊരു ക്ലാസി യോക്ക് ലുക്ക് കൊടുത്തിട്ട് ഫുൾ അതിൻ്റെ ഹെം ലൈനും സൈഡ് സ്ലിറ്റും ഹൈലൈറ്റഡ് ആണ്. ആൻഡ് സ്ലീവ്സിൻ്റെ പാറ്റേണിൽ സ്ലൈറ്റ് വേരിയേഷൻ വേണ്ട. ഇത് ലോ പോർഷനിലൊരു സർക്കുലർ കട്ട് ചെയ്തിട്ട് നമ്മൾ അംബ്രല സ്കേർട്ട്സ് ഒക്കെ വരുന്ന പോലെ കുറച്ചൊരു ഫ്ലെയർഡ് ആയിട്ട് സ്കാലപ്പ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് സെപ്പറേറ്റ് പാനലാണ് കേട്ടോ ഈ പോർഷനിൽ നിന്ന്. അത് ഏകദേശം ഒരു എൽബോയുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ലെങ്താണ് വരുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എൻഡിങ് ജസ്റ്റ് അബൌവ് യുവർ റിസ്റ്റ്. അതിൻ്റെ സ്ലീവ് ലെങ്ത് അങ്ങനെയാണ് വരിക. കോട്ടൺ തന്നെയാണ് കേട്ടോ, ഇതെല്ലാം ഒരേ മെറ്റീരിയലാണ്. അതാണ് അതിൻ്റെ. ഇതൊക്കെ നമുക്കൊരു റിസപ്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. If you're planning to go for a dance or things like that, നല്ല രസമായിട്ട് തന്നെ കംഫർട്ടബിളും ആണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. യു ഡോണ്ട് ഹാവ് ടു വറി ടു മച്ച്. സാരി കൊടുത്ത് ഡാൻസ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട്. ആൻഡ് ദെൻ വി ഹാവ് ദിസ് വൺ. ഇതും അതേപോലെ തന്നെ ഒരു ഒക്കേഷണൽ ഫുൾ ലേസി ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് വരുന്നത്. ലൈൻഡ് ആണ്. ആൻഡ് ദിസ് ഇസ് ദി സ്ലീവ്. അപ്പോൾ ഇതിൻ്റെ ഫിറ്റിങ് കാണാനായിട്ട് എന്തായാലും നമ്മൾ വെയർ ചെയ്തിട്ടുള്ള പിക്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. ദിസ് ഇസ് ദി ബോട്ടം ഫുൾ ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ്. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. നല്ല രസമായിരിക്കും ഇതൊക്കെ. സോ വൺ പേഴ്സൺ ക്യാൻ ഗോ വിത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വൺ പേഴ്സൺ ക്യാൻ ഗോ വിത്ത് പ്ലാനിങ് അമംഗ് കസിൻസ് ഓർ സിസ്റ്റേഴ്സ്. അത് പീച്ച് ലുക്ക് വേറെ ഒരാക്കുക. അപ്പം നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ച് എന്ത് ചേരുന്നു എന്നുള്ള രീതിക്കൊക്കെ. ദെൻ വി ഹാവ് ദിസ് വൺ. അതേ ഒരു സിമിലർ ലുക്കാണ്. അതിൻ്റെ ലോവർ ഹെമ്മിൽ വന്നിരിക്കുന്ന ലേസ് ഡീറ്റെയിലിംഗ് ഇസ് ഓൾസോ പ്രിറ്റി നൈസ്. കുറച്ചൊരു ടാസൽ ലുക്കൊക്കെ കൊടുത്തിട്ട് ഫ്രണ്ട് പാനലിലും ബാക്ക് പാനലിലും ആ ഒരു ലേസ് ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. വിത്ത് ലൈറ്റ് ഗോൾഡൻ സീക്വൻസ് ആണ് എംബ്രോയിഡറി ഫുള്ള് വന്നിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ബോട്ടം. ഇത് ടേപ്പേർഡ് ഫിറ്റിംഗ് ആണ് കേട്ടോ. ആൻഡ് ദിസ് ഇസ് ദി ദുപ്പട്ട. ഓൾ വെരി പ്രിറ്റി കളക്ഷൻ. വൈറ്റ്സിൻ്റെ അകത്ത് ഒരു സൂപ്പർ കളക്ഷൻ. ഇറ്റ്സ് വെരി നൈസ്. ആൻഡ് ഇതെല്ലാം റെഡി ടു ഡിസ്പാച്ച് ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. പ്രൈസ് റേഞ്ച് വേരിയേഷൻസ് വരും കേട്ടോ, കാരണം എല്ലാം ഡിഫറെൻറ്റ് വർക്കാണ്. ഇത് 2799. അപ്പോൾ അങ്ങനെ ഓരോന്നിനും ഓരോ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഡു നോട്ട് മിസ് ദിസ് കളക്ഷൻ ഔട്ട്. പ്രോബബ്ലി ദിസ് ഇസ് ഗോയിങ് ടു സെൽ ഔട്ട് വെരി സൂൺ. ആൻഡ് സൈസസ് ഒക്കെ പിന്നെ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്കൊരു വൺ സൈസ് അപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഓൾട്ടർ ഇറ്റ് ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ഈസി ആയിട്ട് വെയർ ചെയ്യാം. ചെക്ക് ഇറ്റ് ഔട്ട്. FWയുടെ കളക്ഷൻ. ബ്രൈഡൽ കാഞ്ചീപുരത്തിൻ്റെ ഒരു ലുക്ക് 299 റേഞ്ചിൽ ഒരു സെമി സിൽക്ക് സാരിയാണ്. ആൻഡ് ഫുള്ളായിട്ട് ബ്രൈഡൽ കാഞ്ചീപുരം ടിഷ്യൂ സാരിയുടെ ലുക്കാണ് കാണിക്കുന്നത്. നല്ല രസമുള്ളൊരു ടിഷ്യൂ, അതും ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൻ്റെ അകത്ത് നമുക്ക്. അത് ആക്ച്വലി 2 ഷെയ്ഡ്സിലാണ് അത് വരുന്നത്. ആൻഡ് അതിനകത്ത് ഫുള്ളായിട്ടൊരു പിങ്ക് ആൻഡ് ബ്ലൂവിൻ്റെ മീനാക്കാരി സ്റ്റൈലിൻ്റെ ഒരു ലുക്കും കൂടെ. നമ്മുടെ ന്യൂ കാഞ്ചീപുരം കളക്ഷൻസിനകത്താണെങ്കിലും യു ക്യാൻ സീ എ മീനാക്കാരി സ്റ്റൈൽ, ലോട്ട് ഓഫ് ഡിസൈൻസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആൻഡ് ഒരു സോഫ്റ്റ് ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോർഡറിൽ ബനാറസി സ്റ്റൈലിൽ വന്നിരിക്കുന്ന ബോർഡർ ഡീറ്റെയിലിംഗ് അതിനകത്ത് ചെയ്തേക്കുന്നത്. ഇത് ആക്ച്വലി ഒരു ഫ്യൂഷൻ ലുക്കാണ്. പിന്നെ ഈ ഒരു ലുക്ക് ബനാറസിയിൽ ഇങ്ങനെ വരും. നമ്മളുടെ കാഞ്ചീപുരത്തിലാവുമ്പോഴത് ഒരു ഹൊറിസോണ്ടലായിട്ടാണ് കൂടുതലും കാണാറുള്ളതെന്നുണ്ടെങ്കിൽ ആ ഒരു ബ്രൈഡൽ ലുക്കാണ് ആക്ച്വലി സാരിക്ക് വന്നിരിക്കുന്നത്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പല്ലുവിൻ്റെ അതേ പാറ്റേണിൽ വന്നിരിക്കുന്ന ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. സെയിം ദിസ് ഇസ് ദി കളർ വിച്ച് ഇസ് ഗോയിങ് ടു കം. ആ ഒരു സോഫ്റ്റ് ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡിൻ്റെ കളറാണ് വരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ലുക്ക് അറ്റ് ഇറ്റ് ക്ലോസ്ലി യു ക്യാൻ സീ എ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഓൾസോ. അതിൻ്റെ കൂടെ ഇന്റർലേസ്. പക്ഷേ അതിനെ കാണുമ്പോഴത്തേക്ക് ഒരു മെറൂൺ കളർ അല്ല വന്നിരിക്കുന്നത്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ആൻഡ് 299 റേഞ്ചിലാണ് നമ്മൾ
ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഭയങ്കര രസമുള്ളൊരു സാരിയാണ്, വെയിറ്റ് ഒന്നും തീരെ ഇല്ല. ഇത് ആക്ച്വലി ആ ഒരു ടിഷ്യൂ ഓർഗൻസയുടെ ഒരു സ്റ്റൈലാണ് വീവ് ചെയ്തെടുത്തേക്കുന്നത്. വളരെ ലൈറ്റാണ്, അപ്പോഴത്തേക്ക് ഉടുക്കാനൊക്കെ വളരെ സൗകര്യമാണ്. ആൻഡ് പ്ലീറ്റ് ഒക്കെ നമ്മളൊന്ന് പ്ലീറ്റ് ചെയ്തിട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. നമുക്ക് നല്ലതായിട്ട് അതിനെ ഒതുക്കി നല്ല ഭംഗിയായിട്ട് ഉടുക്കാൻ പറ്റും. ഇവിടെയാണെന്നുണ്ടെങ്കിലും പ്ലീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒതുങ്ങി കിട്ടുന്ന രീതിയിൽ ഒന്ന് ഹീറ്റ് സെറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാട്ടോ. കുറച്ചും കൂടി നല്ലതാണ്, അത് ഉടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടി ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് സാരി. പ്ലീറ്റ് ചെയ്യുന്ന വലിയ പാടൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് മെഷർമെൻറ്റ് എടുക്കുക. ഇവിടെ നമ്മളൊന്ന് ചുറ്റി അത് എത്ര വരെയാണെന്നൊന്ന് എടുക്കുക, ഒരു 6 പ്ലീറ്റ് എടുക്കുക, ആൻഡ് അതൊന്ന് പ്രസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് ആക്ച്വലി, 2 സൈഡും പിൻ ചെയ്തിട്ട്. എന്നെ 174 എന്ന കോഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത്. നല്ല രസമുള്ള ഒരു പീക്കോക്കും, പീക്കോക്ക് അല്ല, പെട്ടെന്നുണ്ടപ്പോൾ പീക്കോക്ക് കാണുന്നത്, പേസ്ലി ഡിസൈൻസിൻ്റെയും റൗണ്ട് ഡിസൈൻസിൻ്റെയും കോമ്പിനേഷനിലാണ് അതിൻ്റെ ലുക്ക് വന്നിരിക്കുന്നത്. എന്നെ 174 ടിഷ്യൂ ലുക്കിൽ വന്നിട്ടുള്ള ഒരു എക്സാക്ട്ലി ആ ഒരു ബ്രൈഡൽ കാഞ്ചീപുരത്തിനകത്ത് വരുന്നൊരു ലുക്ക്.